ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫോക്കസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മുടെ ഒരു എന്താ പറയുക കാർഡ് കേക്കാണ്. അത് റെസിപ്പി അല്ല. അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിലുള്ള സദാ നമ്മുടെ സ്പോഞ്ച് കേക്കിനെ എങ്ങനെ ഇതുപോലെ കാർ ഷേപ്പിലുള്ള കേക്കാക്കി മാറ്റാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ അതിന് വേണ്ടി ഞാനൊരു ചോക്ലേറ്റ് സ്പഞ്ച് ഇതുപോലെ ഇതാ 2 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ലെയർ ചെയ്യുന്നതിനായിരിക്കും നല്ലത് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ജെറി സിറപ്പാണ് എടുത്തിട്ടില്ല. അതിലാണെങ്കിൽ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മെൽറ്റ് ചെയ്തിട്ടില്ല, അതാണ് അങ്ങനെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഉണ്ടായാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്കിതങ്ങ് ഒഴിച്ച് നല്ലപോലെ വെറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ കേക്ക് ബോർഡ് വെക്കുന്നില്ല, ടേൺ ടേബിളിൻ്റെ മുകളിലേക്കാണ് കേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ വെക്കുന്നതിനായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. അതായത് നിങ്ങളിപ്പോൾ സെയിൽ ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോർഡ് തന്നെ വെച്ചോളൂ. നമുക്ക് കഴിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും പാർട്ടിയൊക്കെ ആകുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പം ഇതുപോലെ നല്ലതുപോലെ തന്നെ വെറ്റ് ചെയ്തിട്ട് എടുക്കുക. 2 ലെയറും ചെയ്തെടുക്കണം കേട്ടോ. നല്ല ജ്യൂസി ആവണം നമ്മുടെ കേക്ക് കേട്ടോ. നമ്മൾ പ്രസ് ചെയ്യുമ്പോഴേക്കും നല്ലപോലെ ഇതിങ്ങനെ വരണം ആ ഒരു ജ്യൂസ്. ഓക്കെ, അപ്പം നമുക്ക് രണ്ടാമത്തെ ലെയറും ഇതുപോലെ തന്നെ ഞാൻ വെറ്റ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വിപ്പിംഗ് ക്രീമാണ്. അപ്പം ഞാനിവിടെ സ്ക്രാപ്പറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഇന്നത്തെ ഐസിങ് സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ക്രീം എടുത്തിട്ട് നമ്മുടെ ടേൺ ടേബിളിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് വെക്കുമ്പോൾ അത് ഇളകി പോവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ലപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ പൈപ്പിംഗ് ബാഗ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, സ്ക്രാപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഞാൻ നല്ലതുപോലെ നടുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. കണ്ടോ, കറക്റ്റ് ലെവലായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് എനിക്ക് കുറച്ചുകൂടി നല്ല. അപ്പോൾ വൃത്തിയൊന്നും ചെയ്തിട്ടില്ല, കുറച്ചൊരു എന്താ പറയുക ആ ഒരു ഇതിലുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു സ്ക്രാപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. എന്നിട്ട് സൈഡ്സ് ഒക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണേ നമ്മുടെ സ്ക്രാപ്പർ വെച്ചിട്ട്. അപ്പോഴേ നമ്മുടെ കേക്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കണ്ടോ, ഇതുപോലെ വെച്ചിട്ട് കറക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും. കണ്ടോ, ഇതുപോലെ ചെയ്താൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയർ വെച്ചെടുക്കാം. അപ്പം ഞാൻ ഇതിൽ ചെറിയോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ഉള്ളിൽ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് സെക്കൻഡ് ലെയർ വെച്ച് ക്രീം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ സൈഡ്സ് രണ്ടും കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഇതുപോലെ വേണം കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ. അത് കറക്റ്റ് ഒരു ലെവലിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റാതെ നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ, കളയണ്ട. ഇതുപോലെ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു കേക്ക് പീസിനെ എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് കൊടുക്കാം. ക്രീം അപ്ലൈ ചെയ്തിട്ട് വെക്കണം, കുറച്ചുകൂടി നല്ലത്. അപ്പം ഞാനിവിടെ ക്രീമൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അങ്ങനെ വെച്ചിട്ട് ആ ഒരു ഫ്രണ്ടിൽ നിന്ന് കുറച്ച് പീസ് കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾ വെച്ച പീസിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് കുറച്ച് പീസ് കട്ട് ചെയ്ത് മാറ്റുക സെൻറ്ററിൽ. അപ്പോൾ ഇതാ നമുക്കിതുപോലെ കിട്ടും. ഇനി നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ക്രീം കോട്ടിങ് ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് സ്ക്രാപ്പർ വെച്ചിട്ട് തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ലെവലിൽ ഇതുപോലെ ചെയ്തിട്ട് കൊടുക്കുക. അറിയുന്നതന്നെയായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച്
ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കേണ്ടത് കേട്ടോ. കാരണം കാറ് ഈ ഒരു ഷേപ്പ് ആകുമ്പോൾ നിങ്ങൾക്ക് പല ഡൗട്ട്സ് ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണിക്കുന്നത് കേട്ടോ. ഡൗട്ടൊന്നും ഇല്ലാതെ നിന്നോട്ടെ എന്നുള്ളൊരിതിൽ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കാണാൻ. വീഡിയോ കുറച്ച് ലെങ്തി ആണ്. ബിക്കോസ് ഞാനിത് പറഞ്ഞല്ലോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഇതാവുന്നത് കേട്ടോ. ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചെടുത്തു. ഇനി കുറച്ച് മെൽറ്റഡ് ചോക്ലേറ്റ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ നമ്മുടെ കാറിൻ്റെ ആ ഒരു ഗ്ലാസും ഇതൊക്കെ അങ്ങ് വരച്ചു കൊടുക്കുകയാണ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഈ ഒരു രീതിക്കാണ് ചെയ്യുന്നത്. അപ്പം ഇത് എങ്ങനെ പറയേണ്ടതെന്ന് ഇതില്ല. അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടൊന്നും കറക്റ്റ് ഇതിൽ വരയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ക്രീം ചെയ്തെടുക്കുമ്പോഴേക്കും ആ ഒരു ഇതൊക്കെ അങ്ങ് പോവും കേട്ടോ. ഞാൻ ഏകദേശം ഇതിനൊന്ന് വരച്ചു കൊടുത്തു. നമുക്കിതിൻ്റെ ഒരു ജനലൊക്കെ ഒന്ന് വരച്ചെടുക്കുക. അതായത് ജനലെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നമ്മുടെ കാസിനൊക്കെ ഉള്ള രീതിക്കുള്ള എല്ലാം നമ്മൾ വരച്ചു കൊടുക്കുക കേട്ടോ. ലൈറ്റ്സ്, അതുപോലെ തന്നെ ബ്രേക്ക് മീൻസ് ബ്രേക്ക് ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ ബാക്കിൽ. അപ്പോൾ അതൊക്കെ വരച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കേക്കിനെ റെഡി ആക്കി എടുക്കുക. വരച്ചൊന്നും കൊടുക്കണമെന്നില്ല കേട്ടോ. ഒരു ഗസ് വർക്ക് എന്ന് പറയാം. നമുക്കറിയുന്ന രീതിക്ക് തന്നെ നമ്മൾ വരച്ചു കൊടുക്കുക. അല്ലാതെ ഇപ്പം കറക്റ്റായിട്ട് അങ്ങ് വരയ്ക്കണമെന്ന് നോക്കി. വരച്ചു. ഇനി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുക്കാം. ഞാനിവിടെ ടയറൊക്കെ വരച്ച് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു. അപ്പം ഇതുപോലെയാണ് വരയ്ക്കേണ്ടത്. ഞാൻ എല്ലാം കാണിച്ചു തന്നില്ലേ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ ബാക്കിൽ ഞാൻ ഇതൊക്കെ വരച്ചു കൊടുത്തു. ഇനി നമ്മൾ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് റോസ് കളർ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ സ്റ്റാർ നോസിലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാറിൻ്റെ ഡെക്കറേഷനിലോട്ട് പോവാം. ഇതുപോലെ സ്റ്റാർ നോസിൽ വെച്ച് പ്രസ് ചെയ്തിട്ട് വലിച്ചെടുക്കാം. അതാണ് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കാറ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഡിസൈൻ നമ്മൾ വരച്ചു കൊടുക്കണം. കുറച്ച് ടൈം എടുക്കും, എന്നാലും നല്ലൊരു ഭംഗിയായിട്ടോ നമ്മുടെ ഈ ഒരു കേക്ക് കാണാൻ വേണ്ടിയിട്ട് തന്നെ. വെച്ചിട്ടുള്ള ഡിസൈൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിങ് ചെയ്യാം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ കേക്കിനൊക്കെ ഒരു നല്ലൊരു ഭംഗിക്ക് കിട്ടുന്ന ഡെക്കറേഷൻ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക്
ഡിസൈനൊക്കെ വരച്ചെടുത്തു. ഇതുണ്ടോ, ഇതുപോലെ ചെയ്തിട്ട് കൊടുത്തു. ഇനി ഒരു ബെഡിലേക്ക് വൈറ്റ് കളറ് ക്രീം ഇട്ടിട്ട് അതുപോലെ തന്നെ സ്റ്റാർ നോസിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു വിൻഡോസും അതുപോലെ തന്നെ സ്മൈലൊക്കെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ വൈറ്റ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ആ ഒരു ഡെക്കറേഷൻ റോസ് കളറിലുള്ള ആ ഒരു ഡെക്കറേഷൻ വന്നപ്പോൾ ഇതുകൂടി വരുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതും കംപ്ലീറ്റ് ആക്കട്ടെ. ഇതുണ്ടോ, ഇതുപോലെ നമ്മുടെ ആ ഒരു സൈഡ്സിൽ ഞാൻ പറഞ്ഞില്ലേ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം കേട്ടോ. നമ്മൾ ചോക്ലേറ്റ് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഭാഗത്തും ഈ ഒരു വൈറ്റ് ചെയ്യണം. അപ്പോൾ നിർബന്ധമൊന്നും അല്ല കേട്ടോ, ഞാൻ ഒരു ഇതിൽ പറയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിങ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ കുറേ ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവുന്ന ഡിസൈൻസ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതന്നെ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. അപ്പോൾ നോസിൽസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഹോം മെയ്ഡായിട്ട് നോസിലൊക്കെ ചെയ്യാം. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു കേട്ടോ, ആ വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് എന്താ ഇടാണ്ടെന്നേന്ന്. അപ്പോൾ ഞാൻ ഹോം മെയ്ഡ് നോസിൽസ് തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോഴേക്കും വീഡിയോ ചെയ്യാൻ നിന്ന ആ ഒരു ടൈമിൽ തന്നെ ഞാൻ പുതിയ നോസിൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വാങ്ങിച്ചപ്പോൾ പിന്നെ ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഹോം മെയ്ഡ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത് കേട്ടോ. ഞാൻ എന്തായാലും ചെയ്യും. നമ്മുടെ എന്താ പറയുക റോസ് നെയിൽ, ഫ്ലവർ നെയിൽ, അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നോക്കട്ടെ കേട്ടോ, ഞാൻ മിക്കവാറും അത് ചെയ്യും. കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. പറഞ്ഞല്ലോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാവുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് വീഡിയോ ലെങ്തി ആവുന്നുണ്ട് കുറച്ച് കുറയ്ക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെയുള്ള പല വീഡിയോസും കുറേ ലെങ്തി ആയിട്ട് തന്നെ ചെയ്യാനുള്ളതാണ്. കാരണം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്കും അതിനെക്കുറിച്ച് ഒരു എന്താ പറയുക അതിനെക്കുറിച്ചൊരു ഒന്ന് മനസ്സിലാവും എന്നുള്ളത് ഓർത്തിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. ഈ വീഡിയോ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്, ഇത് തീർച്ചയായിട്ടും ലെങ്തി ആയിട്ടുള്ള വീഡിയോ തന്നെയാണ്. ബിക്കോസ് ഇതിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ കാണിക്കുമ്പോഴേക്കും കുറേ ലെങ്തി ആവും നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഞാനത് ചെയ്തു കൊടുത്തു. അറിയില്ല. അപ്പം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ കേക്ക് റെസിപ്പി ഇട്ടില്ലല്ലോ, പിന്നെ എന്തിനാലേ ഇതിൻ്റെ ടേസ്റ്റൊക്കെ പറയണേ. അപ്പോൾ ഞാനിതിന് മുന്നേ ഇട്ടിട്ടുണ്ട് ഇതുപോലെ ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ അല്ല ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഉണ്ട് നമ്മൾ എങ്ങനെയാണ് സ്പോഞ്ച് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക കേട്ടോ. അപ്പോൾ ആ ഒരു സ്പോഞ്ച് വെച്ചിട്ട് തന്നെയാണ് നമുക്കിത് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ വീണ്ടും അങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ ഒരു വീഡിയോ ചെയ്യാത്തത്. ഇതാണ് നമ്മുടെ കേക്ക്, അടിപൊളിയാണ്, സൂപ്പർ, കഴിക്കാൻ അടിപൊളി ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ. പിന്നെ ട്രൈ ചെയ്യണം, പിക്സ് സെൻഡ് ചെയ്യണം.